Hi guys, ഞാൻ രുക്കു. ഞങ്ങളുടെ ചാനലിന്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജബലാലി റിസോർട്ടിലാണ്. ഇത് സീപ്ലെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സീപ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്ത് വെള്ളത്തിൽ തന്നെ ലാൻഡ് ചെയ്യുന്ന ചെറിയൊരു പ്ലെയിൻ. അതാണ് നമ്മൾ ഈ സീപ്ലെയിനെ കുറിച്ച് അറിയുന്നത് മല്ലു ട്രാവലിൻ്റെ വ്ളോഗിൽ കൂടെയാണ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് ആ വീഡിയോ കണ്ടു. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ സ്ഥിരം കാണാറുള്ളതാണ് മല്ലു ട്രാവലിൻ്റെ. സക്കീർ ഭായ് ഒരുപാട് വെറൈറ്റി വീഡിയോസാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ സ്ഥിരം ഫോളോ ചെയ്യുന്നതും കാണുന്നതായിട്ടുള്ളൊരു ചാനലാണ്. അപ്പം ഇത് കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വരാൻ തന്നെ കാരണം. ഞങ്ങളിപ്പോൾ സീവിങ്ങിൻ്റെ ഓഫീസിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഓൺ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ സാനിറ്റൈസേഷൻ ചെയ്തിട്ടാണ് കയറ്റുന്നത്. അതിനുശേഷം ഇവിടെ കയറുമ്പോഴേക്കും നമ്മുടെ ടെമ്പറേച്ചർ എല്ലാം ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവർ എൻട്രൻസ് തരുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ഗ്ലൗസ് മാസ്ക് എല്ലാം എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാം. ഇതാണ് പോയിന്റ്. ഓക്കെ, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സാനിറ്റൈസ് ചെയ്തു. ഇനി ഒരു ഗ്ലൗസ് തരും, അത് മാസ്ക്. ഇത് ഇത്രയും മസ്റ്റാണ്. ഓക്കെ, 45 including the takeoff and landing. So we will start from here. We are in Jebel. So this is the palm Jebel. Yeah, this one is not complete. It's only the shape of it. Then the Jebel port, they say it's the biggest man-made port. Then there's another landmark here. It's the Ain Dubai. Ain Dubai meaning the eye of Dubai. So it's their Ferris wheel. So when it will be open, it will be the biggest and the largest observation wheel because it will give you a 360-degree view of the Dubai skyline. Then the Dubai Marina, that's the biggest man-made marina. Then you will see the complete palm Jumeriah. Palm Jumeriah, yes, where we have the Atlantis. Next to it we have the Burj Al Arab. Then you see the world islands where we have 300 artificial islands in the rough shape of the world. So we have only 2 islands which are fully developed. One it's on the Lebanon, that has the Royal Beach Club, and the other one it's on the Greenland island, that's a private island. And then you proceed to the downtown area, you'll see the Burj Khalifa, which is the tallest tower, which is 828 meters tall. Then you will see this Dubai Water Canal. The canal which connects from these old parts of Dubai goes over the way to the Persian Gulf. Then the Maiden, that's where they have this prestigious horse racing event. During the month of March, it's held here. Then the Rasako Wildlife Sanctuary, this is where you can find flamingos and other water bird species. Then this area is the Dubai Creek. This is the old part of Dubai. There is called Dera, yeah. That's where we have the gold soup, the spice soup. And on the other side is the modern Dubai. Yeah, where we have also these boats, the Abra. People cross with go from one end to another. Then there's another landmark here. It's called the Dubai Frame, the picture frame. Yes. Then the Port Rashid. This is the home of the cruise liner, the big ships coming from Europe, and also is the home of the Queen Elizabeth II. They converted it to be a luxury floating hotel, and then you come here to Jebel. താങ്ക് യു. 8 പേഴ്സൺസിനാണ് മാക്സിമം അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ നമ്മൾ 4 പേരേ ഉള്ളൂ. കോണ്ടാക്ട് നമ്പർ നമുക്കിപ്പോൾ നല്ല ഡിസ്കൗണ്ട് റേറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. നമുക്ക് പോകാനുള്ള ക്രൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറിയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇവിടെ പ്ലാസ്റ്റിക് ഷീൽഡെല്ലാം വെച്ച് മറച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ആർക്കും തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ വെച്ചിട്ട് എല്ലാ സേഫ്റ്റിയിലാണ് പോകുന്നത്. ഇവിടെ എല്ലാം യാച്ചുകളാണ്, വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള യാച്ചുകളാണ്.
very much. Thank you. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. എന്താ ബ്യൂട്ടി. അതിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് കയറുന്നത്. ഓക്കെ, തല കുനിച്ച് പതുക്കെ കയറുക. ക്ലോസ് ചെയ്യാൻ പോവാണ്. Hello. Hi. My name's Tim. I'll be taking care of you. Okay, we'll get everybody's seatbelts fastened to start with. Okay. Pockets, safety briefing cards. Okay. Also find the life jacket, a bottle of water for yourselves, and a sick bag. As I said, there are a couple bumps, so that's there if you did need it. Okay. 4 exits, 2 up here with me, 2 in the back with George. George will show you folks in the back how to use that rear end. So please, you pull, just pull. Excuse me, madam. Just pull like this. Just push it like this. Thank you. ഇവിടെ നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. അവരവിടെ നിന്ന് ഇങ്ങനെ തള്ളി വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പൊങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റ്. അടിപൊളി വ്യൂ ആണ്. ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വേൾഡ് ടോളസ്റ്റ് ഫെറീസ് വീൽ. ഇതിനെ എയിൻ ദുബായ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് ഷേഖ് സായിദ് റോഡ്. ഇത് മോഡേൺ ദുബായ് ആണ്. കണ്ടോ, ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ ആയിട്ട്. ഇതാണ് പാം ജുമേറ. ഇത് മാൻമെയ്ഡ് ആയിട്ടുള്ള ഐലൻഡ് ആണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, പാം ട്രീയുടെ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് മോസ്റ്റ് ലക്ഷൂറീസ് ആയിട്ടുള്ള ഹോട്ടൽസും അപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഉള്ളത്. അതിലൊന്നാണ് അറ്റ്ലാന്റിസ് ദ പാം. ഇതാണ് ബുർജ് അൽ അറബ്. ഇതാണ് ദ വേൾഡ് ഐലൻഡ്, ദ കളക്ഷൻ ഓഫ് മാൻമെയ്ഡ് ഐലൻഡ് ആണ്. ഇവിടെ 300 ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ 2 എണ്ണത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം ലെബനൻ ഐലൻഡും ഒരെണ്ണം പ്രൈവറ്റ് ഐലൻഡും ആണ്. ഇത് കോണ്ടിനെന്റ് ഷേപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബുർജ് ഖലീഫ കാണാം. ഇതാണ് മോഡേൺ ദുബായ്. ഇതാണ് ദുബായ് ഫ്രെയിം. നമ്മൾ ഉടനെ ഇവിടെ പോകുന്നതാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മോഡേൺ ദുബായും ഓൾഡ് ദുബായും 2 വ്യൂ നമുക്ക് കിട്ടുന്നതാണ്.
അങ്ങനെ ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ജബലാലി റിസോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ലാൻഡ് ചെയ്യാൻ പോവാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ലാൻഡ് ചെയ്തു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. You have a dream job. Thank you. ഇന്നത്തെ ഈ സീപ്ലെയിനും അതിൽ എക്സ്പീരിയൻസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ദുബായിയുടെ അതിമനോഹരമായ കാഴ്ചകൾ, അതായത് ഇപ്പോൾ പാം ജുമൈറ, ബുർജ് ഖലീഫ എന്ന് പറയേണ്ട എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതുവരെ ഇതുപോലെ ഒരു സീപ്ലെയിനിൽ കയറിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ഇവിടെ ഉള്ളവർ പറ്റുമെങ്കിൽ വന്നിതൊന്ന് എൻജോയ് ചെയ്യേണ്ട കാഴ്ച തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇനി ഒരു അടിപൊളി എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെയും ബായ്.